അവൻ്റെ തണുത്ത കൈ ഇളം ചൂടുള്ള ഗൗരിയുടെ മേനിയിൽ തട്ടിയതും അവളൊന്ന് കുതറി മാറി. പെട്ടെന്നുള്ള വലിയ നിലത്തെറ്റിയ ഗൗരി നല്ല വഴുവഴുപ്പുള്ള ഭാഗത്ത് ചെന്ന് കൈകുത്തി. മുകളിലിരിക്കുന്ന ദേവിന്റെ ബാലൻസും പോയതോടെ രണ്ടും കൂടി പിടുത്തം കിട്ടാണ്ട് താഴേക്ക് ഊർന്നു പോയി. മഴ പെയ്ത് ഓടെല്ലാം വഴുവഴുപ്പായി മാറിക്കഴിഞ്ഞിരുന്നു. അമ്യൂസ്മെന്റ് പാർക്കിൽ കീഞ്ഞാടി കളിക്കും പോലെ രണ്ടും കൂടെ ചെന്ന് താഴേക്ക് പതിച്ചു. അമ്മയെന്ന് വിളിക്കാൻ പൊക്കിയപ്പോഴേക്ക് ദേവിന്റെ കരങ്ങൾ അവളുടെ വായ മൂടിക്കെട്ടിയിരുന്നു. ഇവിടെ നിന്നെങ്ങാനും കിടന്ന് കാറി വിളിച്ചാന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടവൻ ശബ്ദമുണ്ടാക്കാതെ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. സംഗതിക്ക് അവരുടെ നടുവിനെന്തോ പറ്റിയിക്കണ്. ഇവനെ കണ്ടതിന് ശേഷം നടുവിനാണ് കൂടുതലായും പണി കിട്ടുന്നത്. അതുകൊണ്ട് ഇപ്പോഴായിട്ട് വലിയ അത്ഭുതവും ഇല്ല. പുരമിൽ നിന്ന് ചാടിയിട്ടും ദേവ് പുഷ്പം പോലെ നടക്കുന്നത് കണ്ട് ഗൗരി അവനൊന്ന് ചുഴിഞ്ഞു നോക്കി. കണ്ണിട്ടും തന്നെയല്ല അവിടെ നിന്ന് വീണത്. മുഖം ചുളിച്ച് നടു ഒഴിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവൾ ആ കാഴ്ച കണ്ടത്. ദേ കുക്കു ഹെൽമറ്റ് ഇട്ട് കിടന്നുറങ്ങുന്നു. ചിരിക്കണോ കരയണോ എന്നറിയാതെ ഗൗരി ദേവിനെ നോക്കി വല്ലാത്ത ഒരവസ്ഥയിൽ നിന്നും. അത് ചത്തിട്ടൊന്നില്ല, ഒരു നീണ്ട നിദ്രയെ പുലുകിയിരിക്കുകയാണ്. മർമ്മത്തടി നമ്മളെ കൊണ്ടും പറ്റും. ദേവിന്റെ മറുപടി കേട്ട് അവൾ നെഞ്ചിൽ കൈവച്ചു പോയി. ദേവി, എന്റെ കുക്കു. അതിന് നീ ദേവിനെ ശല്യപ്പെടുത്തൊന്നും വേണ്ട. അവൻ നാളെ എണീക്കും. എന്നാൽ അവന്റെ കിടത്തം കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. എടാ, നിന്നെ അമ്മ വിളിക്കുന്നുണ്ട്, ഒന്ന് വന്ന് കണ്ടിട്ട് പോവാൻ പറഞ്ഞു. നിന്നെ കൂട്ടിക്കൊണ്ട് വരാനാ എന്നെ പറഞ്ഞയച്ചത്. ദേവ ഗൗരിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. അങ്ങോട്ട് ഞാനിപ്പോഴൊന്നും വരില്ല കണ്ണേട്ടാ, എൻ്റെയും വിശാലിൻ്റെയും കല്യാണം വിളിക്കാൻ വരണ്ട്. അതും പറഞ്ഞ് അവൾ അവൻ്റെ മുഖത്തേക്ക് ഇടങ്ങണിട്ട് നോക്കി. വല്ല ഭാവവ്യത്യാസം വരുന്നുണ്ടോ? കുശുമ്പിന് പകരം ആ മുഖത്ത് ഗൗരി കണ്ടത് ദേഷ്യവും പകയുമായിരുന്നു. അതിനുവേണ്ടി കാത്തിരിക്കണം മോള്. നീയും വേണിമാഷും കൂടെ സായി സാറിനൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ കലി തീർക്കാനാണ് അവൻ ഈ പ്രൊപ്പോസലും കൊണ്ട് വന്നിട്ടുള്ളത്. പെട്ടെന്നുള്ള ദേവിൻ്റെ ദേഷ്യത്തോടുള്ള സംസാരം കേട്ട് ഗൗരി തരിച്ചു നിന്നു പോയി. അതിന് വിശാലും അതും തമ്മിൽ എന്ത് ബന്ധം? അവൾ സംശയരൂപേണ അവനെ നോക്കി. നിങ്ങൾ കൊടുത്ത കേസിലെ യഥാർത്ഥ പ്രതിയാണ് വിശാലും. തനിക്കെതിരെ ഒരു അറസ്റ്റ് വാറണ്ട് വരുന്നുണ്ട് കണ്ടത് അവനാണ്. സായി സാറിനെ അവിടെ നിന്നും മാറ്റാനുള്ള പ്ലാൻ ഇട്ടത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നിന്റെ കയ്യിൽ അവന് വിലപ്പെട്ട എന്തോ ഉണ്ടെന്ന കാര്യം ഉറപ്പാണ്. അതിനുവേണ്ടിയാവും നിനക്ക് സംശയമില്ലാത്ത രീതിയിൽ ഈ വളഞ്ഞ വഴി പിടിക്കുന്നത്. എടാ ദുഷ്ട, അപ്പൊ നീയാണല്ലോ ഇവിടുത്തെ ഡോണ്. നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് ഞാൻ ആ റെക്കോർഡ് ഒന്നും അവൻ്റെ കയ്യിൽ കൊടുത്തില്ല. എന്തായാലും നാളെ വിശാല് വരികയല്ലേ, അവനിട്ടൊരു മുട്ട പണി കൊടുക്കണം. ഐഡിയ നീ തന്നെ കണ്ടുപിടിച്ചോ, കുറഞ്ഞു പോകരുത്. ദേവ് കണ്ണിറുക്കിക്കൊണ്ട് പറയുമ്പോൾ ഗൗരിയും കൂടെ ചിരിച്ചു. നിലാവെളിച്ചത്തിൽ ഹൃദയഹാരിയായ പാതിരാപ്പൂവിൻ്റെ നറുമണവുമായി ഇളങ്കാറ്റ് അവരെ തഴുകി തലോടി കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇണക്കുരുവികളെ പോലെ പാടവരമ്പിലൂടെ പരസ്പരം കലയിച്ചുകൊണ്ട് ഗൗരിയും ദേവും നടന്നു നീങ്ങുകയാണ്. മഞ്ചാടിക്ക് പകരം ഗൂട്ടിയോ കല്ലോ കൊണ്ട് വന്ന് ഇട്ടിരുന്നെങ്കിൽ എനിക്ക് തള്ളൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു. ദേവ് അവളുടെ കാതോരും ചേർന്ന് പറയുമ്പോൾ അവൾ അവനോട് മന്ത്രിച്ചു. നീ എന്തേതടക്കള്ള കണ്ണ. അവരെ കാത്ത് താമര പൊയ്കയിൽ ഒരു താമര വാടാതെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ തോഴിയുടെ പ്രണയ സാഫല്യത്തിനായി പൂത്ത പോലെ ഈ നിലാവിനെന്ത് ഭംഗിയെ പോലെ പെണ്ണെ. കുളത്തിലെ വെള്ളത്തിൽ കാല് നനക്കുമ്പോൾ ദേവ് ഗൗരിയുടെ നേരെ നോക്കി പറഞ്ഞു. അവളാണെങ്കിൽ ആ നീലത്താമര തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുകയാണ്. ദേവിൻ്റെ സംസാരമൊന്നും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. കരിനീല അരിക്കുള്ള നീലത്താമര പതിയെ എടുത്തുകൊണ്ട് അവൾ മുഖത്തോട് ചേർത്തു. നിലാവെളിച്ചത്തിൽ പെണ്ണിൻ്റെ അഴകി ഇരട്ടിയായ പോലെ താമരയുടെ അതേ നിറമുള്ള കണ്ണുകൾക്ക് എന്തൊരു തിളക്കം. പ്രണയം തുളുമ്പുന്ന പാനപാത്രം പോൽ ഗൗരി ദേവിൻ്റെ മുന്നിൽ ജ്വലിച്ചു നിൽക്കുകയാണ്. ദേവതയെ പോലെയല്ല, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ദേവത തന്നെയാണ് നീ. അവൻ പോലും അറിയാതെയായിരുന്നു അവൻ്റെ കൈകൾ ഗൗരിക്ക് നേരെ ചലിച്ചത്. വലിച്ചടിപ്പിച്ച് നെഞ്ചോട് ചേർക്കുമ്പോൾ താലോലിച്ചു കൊണ്ടിരുന്ന നീലത്താമര അവളുടെ കയ്യിൽ കിടന്ന് നിരിഞ്ഞമർന്നിരുന്നു. നിനക്കാത്ത സമയത്തിനായി ദൈവം എനിക്ക് നിന്നെ സമ്മാനിച്ചത് ഞാൻ പോലും അറിയാതെ നീ എന്നിൽ ചുറ്റിപ്പടർന്ന് കയറി. ആ ദൈവങ്ങൾ വിചാരിച്ചാൽ പോലും ഇനി ദേവിൽ നിന്ന് ഗൗരിയെ മായ്ക്കാൻ കഴിയുകയില്ല. അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ വന്നതിന് ശേഷമാണ് ഞാൻ മനസ്സ് നിറഞ്ഞൊന്ന് ചിരിച്ചത് പോലും. ഒരു പക്ഷേ നീ എന്നെ ഇട്ടുവെച്ച് പോയാൽ ദേവ് വീണ്ടും പഴയ തെമ്മാടിയാവും. വെറുതെ മോഹിപ്പിച്ച് അടർത്തിക്കളയുന്ന പെണ്ണെ നീ എന്നെ. അവസാനത്തെ വാക്കുകൾ പറയുമ്പോൾ അവൻ്റെ കണ്ട ഇടറിപ്പോയിരുന്നു. അവൻ്റെ ചോദ്യത്തിന് തലയാട്ടിക്കൊണ്ട് കണ്ണീർ വാർക്കാനേ അവൾക്കായുള്ളൂ. എൻ്റെ പ്രണയത്തിന് പരിശുദ്ധിയുണ്ട്, താലിയുടെ ബലമുണ്ട്. അഗ്നിസാക്ഷിയായല്ല നീ താലി കിട്ടിയതെങ്കിലും മൂകസാക്ഷിയായി മറ്റു പലതും ഉണ്ടായിരുന്നു. നെറുകയിൽ നീ ചാർത്തിയത് സിന്ദൂരമല്ലല്ലോ,
നിന്റെ സിരികളിലൂടെ ഓടുന്ന ചുടുരക്തമായിരുന്നില്ലേ? നീ എൻ്റേതും ഞാൻ നിൻ്റേതുമാണ്. നമ്മളെ തമ്മിൽ ഒരിക്കലും പിരിക്കരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അവളുടെ കണ്ണീരിൽ കുതിർന്ന നനത്ത സ്വരം തൻ്റെ കാതോരം വന്നലിഞ്ഞതും ദേവ് അവളെ കൂടുതൽ മുറുകെ പിടിച്ചു. ഗൗരി തൻ്റെ പെണ്ണാണെന്ന ഉറച്ച വിശ്വാസത്തോടെ കുറേ സമയം ഇരുവരും ആലിംഗന ബന്ധരായി നിന്നും. ഗൗരി തന്നിൽ നിന്നും അടർന്നു മാറുമ്പോഴും ദേവ് അവളിൽ നിന്നുള്ള പിടി വിട്ടിരുന്നില്ല. രാത്രിയുടെ അവസാന യാമത്തിൽ ദേവിനോട് ചേർന്ന് വീട്ടിലേക്ക് നടക്കുമ്പോൾ ഗൗരി പല അനുഭൂതികളും അനുഭവിച്ചറിയുകയായിരുന്നു. അതിൽ ഒരച്ഛൻ്റെ കരുതലുണ്ടായിരുന്നു, ഒരാങ്ങളുടെ വാത്സല്യമുണ്ടായിരുന്നു, സുഹൃത്തിൻ്റെ കുരുട്ടുബുദ്ധി ഉണ്ടായിരുന്നു, കാമുകൻ്റെ പ്രണയമുണ്ടായിരുന്നു. എല്ലാത്തിനും ഉപരി താലി കെട്ടിയവൻ്റെ സുരക്ഷിതത്വവും ഒരേ സമയം അവൾ അനുഭവിച്ചു. നാളെ എന്താ പ്ലാൻ? വരുന്ന വഴിയെ ദേവ് ഗൗരിയോട് ചോദിച്ചു. ഒരു ചെറിയ പണി അവനിട്ട് കൊടുക്കണം. നാണം കെട്ടവൻ ജീവനും കൊണ്ട് ഓടണം. ഗൗരിയുടെ സംസാരം കേട്ട് ദേവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പണി കൊടുത്തിൽ നീ പണ്ടേ ഉഷാറാണല്ലോ. അങ്ങനെ എത്ര എണ്ണം ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. നല്ല പവറുള്ള ഐഡിയ തന്നെ പോന്നോട്ട പെണ്ണെ. അവൻ കിടന്ന് പിടയണം. ദേവിൻ്റെ സ്വരത്തിൽ രോഷം കലർന്നിരുന്നു. ഓട് നേരാക്കി കൊടുത്ത് കുക്കുവിൻ്റെ തലയിൽ നിന്ന് ഹെൽമറ്റ് ഊരി മാറ്റിയിട്ടാണ് ദേവ് പോയത്. നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞു ദേവ് പോയതോടെ ഗൗരിയും ബെഡിലേക്ക് വീണു. വിശാലിന് പണിയൊടുക്കൽ ഡേ പ്രമാണിച്ച് ആരും കുഞ്ഞുട്ടനും ശിവയും രാവിലെ തന്നെ വീട്ടിലെത്തിയിരുന്നു. ദേവ് പറഞ്ഞതനുസരിച്ച് അത്യാവശ്യം മേക്കപ്പ് സാധനങ്ങളുമായാണ് ശിവ വന്നത്. ദേവിന് മേക്കപ്പ് ഇടുന്നത് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. ലിപ്സ്റ്റിക്ക് പോലും അവന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ താൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഗൗരി വിശാലിന് മുന്നിലേക്ക് പോവണ്ട എന്ന നിർബന്ധം അവനുണ്ടായിരുന്നു. വിശാലിനിട്ട് പണി കൊടുക്കുന്ന കാര്യം ദേവ് തന്നെയാണ് ആരവിനെ വിളിച്ചറിയിച്ചത്. രാവിലെ അവർ വരുമ്പോൾ ഗൗരി നല്ല ഉറക്കത്തിലായിരുന്നു. കുഞ്ഞുട്ടൻ്റെയും ആരവിൻ്റെയും ഒച്ചവിളി കാരണം ഉറക്കം ഞെട്ടി എണീക്കുമ്പോൾ ശിവയുടെ വെളുക്കിനെ ചിരി മുന്നിൽ നിൽക്കുന്നു. ഇതേത് പാർവതി ദേവി? സൗന്ദര്യ നിറകുടം. ഇവൾ കുറച്ചുകൂടെ ഗ്ലാമർ കൂടിയോ? നീ ഡെയിലി കുളിക്കാറുണ്ടോ ഇപ്പോൾ? ഉറക്കപ്പിച്ചോടെ ഉള്ള ഗൗരിയുടെ ചോദ്യം കേട്ട് ശിവ ഇളിച്ചു നിന്നേ ഉള്ളൂ. ഇതത്ര പന്തിയുള്ള ചിരിയല്ലല്ലോ. ഇവളെന്തിനാ ഇങ്ങനെ ആക്കി ചിരിക്കുന്നത്? എന്തുവാടി ഇളിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഗൗരിയുടെ ചോദ്യം കേട്ട് ശിവ പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അവൾക്കരികിൽ വന്ന് മുട്ടുകുത്തിയിരുന്നു. ഇന്നലെ പോയിട്ട് വല്ലതും നടന്നോ? എന്ത്? ഗൗരി പെടുന്നതിനെ അവളെ നോക്കി. നീ ഇങ്ങനെ നാടകം കളിക്കൊന്നും വേണ്ട. കണ്ണേട്ടൻ്റെ കൂടെ പോയതൊക്കെ ഞാൻ അറിഞ്ഞു. വല്ലതും നടന്നോടാ? വെറുതെ നിന്ന് കിണിച്ചുകൊണ്ടിരിക്കുന്ന ശിവയെ കണ്ട് ഗൗരിക്ക് ചൊറിഞ്ഞു കയറി. പുതപ്പ് മാറ്റി ഭദ്രകാളിയെ പോലെ എണീറ്റ് വരുന്ന ഗൗരിയെ കണ്ട് ശിവ കണ്ടം വഴി ഓടി രക്ഷപ്പെട്ടു. കുറച്ചു സമയം കഴിഞ്ഞ് ഉണ്ണിയും വന്നു. ദേവിനെ വിളിച്ചെങ്കിലും അവൻ വന്നില്ല. പിന്നീടുള്ള സമയം കെണി ഒരുക്കുന്നതിനാണ് അവർ ചിലവഴിച്ചത്. 10 മണിയോടെ വിശാലും 2 അമ്മാവന്മാരും ഗൗരിയുടെ വീട്ടിലെത്തി. അമ്മാവന്മാരെ സ്വീകരിച്ചിരുത്തിയത് ഉണ്ണിയാണ്. വിശാലിൻ്റെ കാര്യം ആരവാണ് നോക്കിയതും വലതുകാല് വെച്ച് അകത്തേക്ക് കയറിയതും വലിയൊരു കെണിയിലേക്കാണ് എന്ന് അവനറിഞ്ഞില്ല. അവനോട് ആരും പറഞ്ഞതുമില്ല. പണി കൊടുക്കുന്ന കാര്യത്തിൽ ഗൗരിയേക്കാളും എക്സ്പീരിയൻസ് ആരവിനാണ്. വിശാലിനിരിക്കാനുള്ള കസേരകൾക്കടിയിലെ തുളയിൽ കാരമുള്ള കൊണ്ടുവന്ന് വെച്ചത് അവനായിരുന്നു. കൃത്യം വിശാലിനെ പിടിച്ചുയർത്തിയത് അതേ ചേറിൽ പാവൻ ചെക്കൻ. പാൻറ് തുളഞ്ഞ് എന്തോ കൂർത്ത സാധനം ഇരിക്കുന്നിടത്ത് നിന്ന് കുത്തിക്കയറുന്നത് അറിഞ്ഞു. ഞെട്ടലോട് അവന് എണീക്കാൻ ശ്രമിച്ചു. എവിടെ? ആരും വിടോ! പിടിച്ച് അവിടെ തന്നെ ഇരുത്തുമ്പോൾ വിശാലിൻ്റെ കണ്ണിൽ നിന്നും വെള്ളം പൊടിഞ്ഞു. പാമ്പിൻ്റെ വായിലകപ്പെട്ട തവളക്കുട്ടിയുടെ ശബ്ദം ആ സമയം അവളിൽ നിന്നും ഉയർന്നു. ഒന്നുകൂടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും ആരും പിടിച്ച പിടി വിട്ടില്ല. പാവം വിശാല്. കിട്ടാൻ പോകുന്നതിൻ്റെ ട്രailer-ആണ് വന്നതെന്ന് ആളറിഞ്ഞിട്ടില്ല. കാണാൻ പോണ പൂരം അനുഭവിച്ചറിയട്ടെ അല്ലേ? കുറച്ചു നേരത്തെ ബന്ധം തെളിയിക്കുന്നൊടുവിൽ ഗൗരി ഒരു തട്ടിൽ നാരങ്ങ വെള്ളം കൊണ്ട് അവരുടെ മുന്നിലേക്ക് നടന്നു. ശിവയുടെ കരവിരുതിൽ ഗൗരി അല്ലാതായ നിമിഷമായിരുന്നത്. ശിവയുടെ കല്യാണത്തിന് ഗൗരി ചെയ്ത പോലെ ശിവയും ഒന്ന് റിവഞ്ച് അടിച്ചതായിരുന്നു. പക്ഷെ അവളെ കോലം കണ്ട ആരും ഒന്ന് അമ്പരന്ന് പോവും. ജീൻസും അരവരെയുള്ള ബനിയനുമാണ് വേഷം. മുടിയൊക്കെ മേളിലേക്ക് കെട്ടിവെച്ച് മുഖത്തൊരു വട്ട കണ്ണടയും. ഗൗരി ഫെമിനിസ്റ്റ് ലുക്കിൽ ഇറങ്ങിയതും ഇതേത് ജീവി എന്ന മട്ടിൽ മാമന്മാർ പരസ്പരം ഒന്നും നോക്കാതിരുന്നില്ല. ചുണ്ട് നിറയെ കാപ്പി നിറമുള്ള ലിപ്സ്റ്റിക്കും വാരി തേച്ച് വരുന്ന ഗൗരിയെ കണ്ട് വിശാലിന് തന്നെ ഒരു സംശയം, ഇത് ഗൗരി തന്നെയാണോ എന്ന്. അതുവരെ സാരിയും ചുരിദാറും മാത്രം ധരിച്ചു വരുന്ന ഒതുക്കത്തിൽ വരുന്ന ഗൗരിയെ മാത്രമാണ് അവൻ കണ്ടിരുന്നത്. അവളെ തന്നെയാണോ എന്നുറപ്പുവരുത്താൻ മുഖത്തേക്ക് നോക്കിയ വിശാലിന് നേരെ ഗൗരി ഗ്ലാസ് നീട്ടി. യാന്ത്രികമായി വാങ്ങിയ ഗ്ലാസ് വായിലേക്ക് കമത്തിയതോടെയാണ് ആരവിനും ഗൗരിക്കും സമാധാനമായത്. അണ്ണാക്കിൽ വായി ഇറങ്ങിപ്പോയത് ചെറുതല്ലാത്ത മാരക സാധനമായിരുന്നു. കുഞ്ഞുട്ടൻ ഇളിച്ചു സംഗതി സീനാക്കും കണ്ടതോടെ
ആരോ അവനെ ഉന്തി പുറത്താക്കി. എന്നാ പിന്നെ ചെക്കന് പെണ്ണ് സംസാരിച്ചു വരട്ടെ എന്നൊരു മാമൻ പറഞ്ഞതോടെ വിശാൽ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു. പിന്നാമ്പുറത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും കുടിച്ച സാധനം അതിൻ്റെ എഫക്റ്റ് കാണിച്ചു തുടങ്ങിയിരുന്നു. വായും തൊണ്ടയും ചൊറിയോട് ചൊറി. എൻ്റെ ശിവനെ! പരലോകം മുന്നിൽ കാണുന്ന അവസ്ഥ. ആകെ വീർത്തു കുളിച്ചു. മാനം പോണ കേസായതുകൊണ്ട് ഒരുവിധം അവൻ റൂമിൽ കയറി പറ്റി. ആശ്വാസമായതെന്ന് സമാധാനിച്ച് നാക്കങ്ങോട്ടും ഇങ്ങോട്ടും നാക്കി ചൊറിയുന്നതിനിടക്കാണ് ആരോ വന്ന് ഫാൻ ഇട്ട് കൊടുത്തത്. ഫാൻ കറങ്ങുന്നതിനിടെ വെളുത്ത പൗഡർ പോലെ ഒരു സാധനം അവന്റെ മേലെ കൂടി വീണു. അടുത്ത മിനിറ്റ് മുതൽ അതും അതിന്റെ കുണം കാണിച്ചു തുടങ്ങി. ചേന തിളപ്പിച്ച വെള്ളത്തിൽ നാരങ്ങയും പഞ്ചസാരയും ഇട്ട അതിന്റെ ശുദ്ധമായ ലായനിയാണ് ആ നിഷ്കുവിന് കലക്കി കൊടുത്തത്. അതിന്റെ കൂടെ ഫ്രഷ് നായ്ക്കുറിന പൊടിയും കൂടിയതോടെ വിശാലിന്റെ നല്ല കഷ്ടകാലം തുടങ്ങി. ചൊറിഞ്ഞും മാന്തി നിൽക്കുന്ന ചെറുക്കനെ കണ്ടാണ് ഗൗരി വരുന്നത്. കുറച്ച് വെള്ളം എന്നുള്ള വിശാലിന്റെ അഭ്യർത്ഥന ശ്രദ്ധയിൽപ്പെട്ടതോടെ നടപടിയെടുക്കാമെന്നും കരുതി അടുക്കളയിലേക്ക് തിരിഞ്ഞതും ദൈവത്തിന്റെ കൈകൾ പോലെ ആരോ അവിടെ പ്രത്യക്ഷപ്പെട്ടു. കയ്യിലൊരു ഗ്ലാസ് ഉണ്ട്. ഇരിക്കാൻ നേരമില്ലാത്തോണ്ട് വിശാൽ അത്യാഗ്രഹത്തോടെ വെള്ളം വാങ്ങി നിന്നങ്ങ് ഒറ്റ വലിക്കകത്താക്കി. 100 ചെറുനാരങ്ങ കലക്കി വെച്ച ആ വെള്ളം കുടിച്ച് വിശാൽ സൂപ്പർമാൻ ആവും. മച്ചടിച്ച് തകർത്ത് അതിശയനാവും. ഗൗരി അറിയാതെ ഒന്നും മുകളിലേക്ക് നോക്കിപ്പോയി. റൂമിൽ നിന്ന് വിശാൽ വാണം വിട്ട പോലെ പുറത്തേക്ക് ഓടുന്നത് കണ്ട് ശിവകുമാരവും വാപൊത്തി ചിരിച്ചു. അതും അതിൻ്റെ തനി സ്വരൂപം കാണിച്ചു തുടങ്ങി. വയറിനകത്ത് നിന്ന് ഒരു കുളുകുളു ശബ്ദം. അമ്മേ! വിശാൽ വയറ് പൊത്തിപ്പിടിച്ച് ഷൂസ് പോലും ഇടാതെ ഓടുന്നത് കണ്ട് മാമന്മാരും പിറകെ ഓടി. 2 എണ്ണത്തിനെയും പൊക്കിയെടുത്ത് വണ്ടിയിൽ കയറ്റി മുക്കിമൂളി വണ്ടിയെടുത്തേക്കുമ്പോൾ വണ്ടി അനങ്ങുന്നില്ല. വായിൽ വന്ന തെറി മുഴുവനും വിളിച്ചു കൂവി ഡോർ തുറന്ന് ചാടിയിറങ്ങി നോക്കുമ്പോൾ ടയർ 2 എണ്ണം പഞ്ചറായിട്ടുണ്ട്. സബാഷ്! ശൗചാലയം കാണണമെന്ന് വാശി പിടിക്കുന്ന വയറും വെള്ളത്തിന് അലമുറയിടുന്ന തൊണ്ടയും സർവോപരി നായ്ക്കുറിനപ്പൊടി പോയി ചൊറിഞ്ഞു തടിച്ച ശരീരവും. മുള്ള കുത്തിയത് ഓൻ ക്ഷമിച്ചു. അതിനിടയിൽ ടയറും പഞ്ചറാക്കിയിട്ടുണ്ട് ഈ പൊന്നാര മക്കള്. ടയർ ദേവിന്റെ വകയാണ് കേട്ടോ. വിശാലിന്റെ പരാക്രമം കണ്ട് അടുത്ത കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്ന് ദേവ് ചിരിച്ചു ചാവാനായിരുന്നു. ഒടുവിൽ സഹിക്കാൻ വയ്യാണ്ട് വിശാൽ തോട് ലക്ഷ്യം വെച്ചു ഓടുന്നത് കണ്ടു. വെള്ളപ്പാനിന്റെ പിറകു വശത്ത് പൂക്കളമിട്ടത് കണ്ട് മാമന്മാരും കാര്യമെന്തെന്നറിയാതെ മുഖത്തേക്ക് മുഖം നോക്കി. പിന്നെ വിശാലിനെ ഞാനും കണ്ടില്ല. മുങ്ങി ചത്തോ എന്തോ. വിശാലിന്റെ ഓട്ടം കണ്ട് എല്ലാവരും കൂട്ടച്ചിരിയായിരുന്നു. ദൈവദോഷം എന്ന് പറഞ്ഞ് അച്ചമ്മ മാത്രം സഹകരിച്ചില്ല. നായ്ക്കുറിനപ്പൊടി കലർന്ന ബെഡ്ഷീറ്റും അലക്കിച്ച് ബാക്കിയുള്ള വിമ്മും കലക്കിയ നാരങ്ങ വെള്ളം കുടിപ്പിച്ചിട്ടാണ് ഗൗരി പറഞ്ഞു വിട്ടത്. ദേവും ഒരുപാട് സന്തോഷ ദിവസമായിരുന്നു അന്ന്. വിശാലിന്റെ ഓട്ടം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് ചിരിച്ചു. അവൻ്റെ ഊപ്പാടിളകി. പക്ഷെ അവനുള്ളിൽ ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. മുറിവേൽപ്പിച്ചു വിട്ട നാഗത്തേക്കാൾ ഭയാനകമാണ് വിശാലിന്റെ പക. തിരിച്ചടി പ്രതീക്ഷിക്കാം. പരാജയഭീതി അവനെ വേട്ടയാടി തുടങ്ങിയിട്ടുണ്ട്. ഗൗരിയോട് കൂടുതൽ കെയർഫുൾ ആവാൻ പറയണം. രാവിലെ അവളെ നേരിട്ട് കാണാമെന്ന് വിചാരിച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ എന്നത്തെയും പോലെ ട്യൂഷൻ ക്ലാസ്സിന് പോയതായിരുന്നു ഗൗരി. വീട്ടിൽ നിന്ന് കുറച്ചു ദൂരം പോയതേ ഉള്ളൂ. പെട്ടെന്നാണ് അവളുടെ സ്കൂട്ടിയെ തട്ടിമാറ്റിക്കൊണ്ട് ഒരു വാൻ വന്ന് നിന്നത്. സ്കൂട്ടി തെറിച്ച് ഗൗരി റോഡിൽ വീണു. കൈമുട്ട് റോഡിൽ ഉരുത്തി തൊലിയിരിഞ്ഞു പോയി. കിരിഞ്ഞിറങ്ങിയ ചോര തുടച്ച് ദേഷ്യത്തോടെ തലയുയർത്തിയതും തനിക്ക് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൾ ചാടി എഴുന്നേറ്റു. മുന്നിൽ വിശാൽ നിൽക്കുന്നുണ്ട്, മുഖത്തൊരു ക്രൂര ചിരിയുമായി. ഗൗരിയുടെ നേർക്ക് വന്നവൻ നെഞ്ചിൽ കൈകൾ രണ്ടും പിണച്ചു വെച്ചുകൊണ്ട് അവളുടെ പ്രവൃത്തികൾ വീക്ഷിക്കൊണ്ടിരിക്കുകയാണ്. ദേഷ്യവും വേദനയും കൂടി കലർന്നുകൊണ്ടൊരു ഭാവം അവളുടെ മുഖത്ത് പ്രകടമായി. എന്തിനെന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്? തീപ്പാറും കണ്ണുകളോടെയുള്ള അവളുടെ ചോദ്യം കേട്ട് അവൻ പുച്ഛഭാവത്തോട് അവൾക്കരികിലേക്ക് നടന്നു വന്നു. നീ ആരാന്നാടി നിന്റെ വിചാരം? നീ ഒരു പെണ്ണാണ്, വെറും പെണ്ണ്. നിലവിട്ട് കളിച്ചപ്പോൾ നീ ആ കാര്യം വിസ്മരിച്ചു പോയല്ലോ. ഡോ, വെറുതെ നിന്ന പുലമ്പാതെ. ഞാൻ ആരാണെന്ന് നിനക്കറിയാം. നിന്റെ തന്ത്രങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ മാത്രം ഗൗരി അത്ര പൊട്ടിയൊന്നുമല്ല. തനിക്ക് നേരെ വിരൽ ചൂണ്ടി ദേഷ്യത്തോട് സംസാരിക്കുന്ന ഗൗരിയെ കണ്ട് വിശാലിന്റെ കൈ ധരിച്ചു. വെളുത്ത ലോലമായ ഗൗരിയുടെ മുഖത്ത് അവന്റെ കൈകൾ ആഞ്ഞു പതിച്ചു. പെട്ടെന്ന് കിട്ടിയ അടിയുടെ പ്രഹരത്താൽ ഗൗരി പിറകിലേക്ക് വെച്ച് വീഴാൻ പോയി. കണ്ണുകളിൽ ഇരുട്ട് കയറുന്നു, തല കറങ്ങുന്നു. ക്ഷീണത്താൽ താൻ നിലത്തേക്ക് വീണു പോകുമെന്ന് ഗൗരി ഒരു വേള ഭയന്നു പോയി.